ഹായ്, എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മോരില്ലാത്ത എന്നാൽ കാണാൻ മോര് പോലെ ഇരിക്കുന്ന ഒരു വിഭവമാണ്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇത് സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉപ്പുമാങ്ങയാണ്. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുന്നേ എല്ലാവരും മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുകയും കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കും. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു ചെറിയ ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു പച്ചമുളക് എരിവിന് ആവശ്യം അനുസരിച്ച് എടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ. ഇതെല്ലാം നന്നായിട്ട് കൊത്തിയരിയണം. ഇപ്പം എത്രയും ചെറുതാക്കി കൊത്തിയരിയാൻ പറ്റുമോ അതുപോലെ എത്രയും ചെറുതാക്കി കൊത്തിയരിയുക. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്തത് 1-ാം പാലല്ല, എന്നാൽ 2-ാം പാലിൻ്റെ അത്ര ലൂസും അല്ല. ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ എത്ര എമൗണ്ട് നമുക്ക് വേണം അതിനനുസരിച്ച് തേങ്ങയും വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് അതങ്ങനെ എടുക്കുക. അതാണ് ഞാൻ അതിൻ്റെ കണക്ക് പറയാത്തത്. എന്നാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല, പക്ഷേ 2-ാം പാലിൽ അത്ര ലൂസ് ആവാനും പാടില്ല. ഇത് ഞാൻ മുഴുവൻ മാങ്ങ എടുക്കണില്ല, അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും മാങ്ങയുടെ പുളിക്കനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ കരിവേപ്പിലയും ഉള്ളിയും എല്ലാം ചെറുതാക്കി കൊത്തിയരിയുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇപ്പം നമ്മൾ പച്ചമോരൊക്കെ അടിക്കില്ലേ, അതുപോലെ തന്നെ അതിനകത്ത് ഇങ്ങനെ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അടിക്കില്ല, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷെ അതിൻ്റെ അതേപോലെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇതൊരു വേറെ ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പുമാങ്ങ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വിരുന്നുകാരൊക്കെ അതുപോലെ വരികയാണെങ്കിൽ നമുക്ക് ഒത്തിരി കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഈ ഒരു കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നത് മാത്രം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലേ ഉള്ളൂ, അല്ലാതെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. ഇനി ഒരു ബൗളിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുത്തിയരിഞ്ഞ് വെച്ച എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് അധികം ഉപ്പ് വേണ്ടി വരില്ല, എന്നിരുന്നാലും ചിലപ്പോൾ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഇളക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഇവിടെ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പക്ഷേ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് തേങ്ങാപ്പാലിൻ്റെ രുചി മാത്രമേ വരുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇതിലിപ്പം ഉപ്പിലിട്ട മാങ്ങയുടെയോ എരിവോ ഒന്നും വരത്തില്ല. അപ്പോൾ എരിവൊന്നും വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വീണ്ടും പച്ചമുളകൊന്നും വീണ്ടും ഇപ്പം തന്നെ ഇടാൻ നിൽക്കരുത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഉച്ചക്കത്തേക്കിനാണെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ 1/4 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇതിനകത്തെ ഉപ്പുമാങ്ങയുടെ പുളിയും എരിവും അതെല്ലാം ഇറങ്ങും. അപ്പോൾ അതിന് ശേഷം വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ മാങ്ങയും എരിവ് കുറവാണെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇതിലെ മടക്കപ്പാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണേന്ന് തോന്നുന്നുണ്ട്. കൂടുതലും പേര് മടക്കപ്പത്തിൻ്റെ ഫോട്ടോസാണ് എനിക്ക് ഉണ്ടാക്കിയിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.